നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോബ് സീക്കർ ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാകും എങ്ങനെയാണ് ഒരു റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. ഒരു ജോബ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ എന്തൊക്കെ എക്സ്പീരിയൻസ് ആണ് റെസ്യൂമിൽ വെക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ടല്ലേ. ഡോണ്ട് വറി. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ അല്ലെങ്കിൽ എൻട്രി ലെവൽ ജോബ് സീക്കർ ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് ആണ്. നിങ്ങൾ ചിലപ്പോൾ ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ്സ് ചെയ്തിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ട് ടൈം അല്ലെങ്കിൽ ഫ്രീലാൻസ് എക്സ്പീരിയൻസസ് ഉണ്ടാകും. അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെ എന്തൊക്കെ സ്കിൽസാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചത് അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന 4-5 കമ്പനീസ് ടാർഗറ്റ് ചെയ്യുക. അവിടുത്തെ എൻട്രി ലെവൽ അല്ലെങ്കിൽ ഫ്രഷർ ജോബ് പൊസിഷൻസ് നിങ്ങൾ നോക്കുക. ആ ജോബ് ഡിസ്ക്രിപ്ഷൻസ് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിൽ എന്തൊക്കെയാണ് സ്കിൽസ് മെൻഷൻ ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ 8-10 സ്കിൽസ് കോമൺ ആയിട്ട് കണ്ടെത്താൻ സാധിച്ചേക്കും. അതിൽ ചിലപ്പോൾ 4-5 സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടാകും. ആ സ്കിൽസ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ റെസ്യൂമിൽ അത് ആഡ് ചെയ്യുക. അപ്പോൾ എക്സ്പീരിയൻസസ് വെക്കുമ്പോൾ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ആകാം, ട്രെയിനിങ്സ് ആകാം, അല്ലെങ്കിൽ ഫ്രീലാൻസ് വർക്ക് ആകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വോളണ്ടിയർ പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. എവിടെയൊക്കെയാണോ ഈ സ്കിൽസ് അപ്ലൈ ചെയ്തത് അത് ആഡ് ചെയ്യുക. എന്നിട്ട് ഈ കമ്പനീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം.